ജീവിതത്തിൽ ഞാൻ മനുഷ്യന്മാരിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ആ അർപ്പിച്ച വിശ്വാസങ്ങളെല്ലാം തകർന്നിട്ടേ ഉള്ളൂ എനിക്ക്. ഞാനൊരു 1.5 മാസം കിടപ്പിലായി പോയി. എനിക്ക് ഈ റൈറ്റ് സൈഡ് ഷോൾഡറും കൈയും ഒക്കെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാസത്തോളം ഞാൻ കട്ടിലിൽ കിടന്ന് അമ്മ ഭക്ഷണം വാരി തന്ന് അമ്മ എന്നെ കുളിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഭക്ഷണം വാരി കഴിക്കാനായിട്ട് റൈറ്റ് കൈ പൊങ്ങുന്നില്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, മോളെ നമ്മൾ ഇത്രയും വലിയൊരു സർജറി ഒക്കെ ചെയ്ത് ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടിരിക്കുമ്പോഴാണല്ലോ എൻ്റെ കുഞ്ഞിങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ആ രീതിയിൽ നമ്മൾ അതിനെ കണക്കാക്കരുത്. എത്രയോ പേരെ സഹായിച്ച മനുഷ്യനാണ് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ മരിച്ച സമയത്ത് എല്ലാ ആൾക്കാരും പറഞ്ഞു, ഇത്രയും സഹായിച്ച ഈ മനുഷ്യൻ ഇങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഇത്രയും ചെറുപ്പത്തിൽ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഇതിനെ എൻ്റെ ജീവിതത്തിലെ നിയോഗങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഞാനൊരാളെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ആ കടമയാണ് ആ മൊമെന്റിൽ ചെയ്ത് മുന്നിലേക്ക് പോകുന്നത്. ഞാൻ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ദൈവം എന്നെ രക്ഷിച്ചോളണം എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മനുഷ്യരിൽ ജീവിതത്തിൽ മനുഷ്യന്മാരിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ആ അർപ്പിച്ച വിശ്വാസങ്ങളെല്ലാം തകർന്നിട്ടേ ഉള്ളൂ എനിക്ക്. അപ്പൊ അതുകൊണ്ട് മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കുന്നത് നിർത്തി ഞാൻ എന്നെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങി. എന്നെ വിശ്വസിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ആ ദൈവത്തിനോട് ഞാൻ സംബന്ധിച്ച് കഴിയുമ്പോൾ എനിക്ക് ദൈവം ഒരു എനർജി തരും. ദൈവം എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നും, നിനക്ക് പറ്റും, നീ തളർന്നു പോവില്ല, നീ മുന്നിലേക്ക് പോകും, യു ക്യാൻ ഡു ഇറ്റ്.